കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രിവേളയിൽ എല്ലാ തിങ്കളാഴ്ചയും ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നടന്നു വരുന്ന ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ദൈവ വചന പഠനത്തിനായി ലഭ്യമായിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 4ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലമായി ചില ചിന്തകളാണ് നാം ചിന്തിച്ചു വരുന്നത്. ഈ ക്ലാസ്സുകളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനങ്ങളെ പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ചുള്ള സവിശേഷമായ ചില ചിന്തകൾ, ഏതാണ്ട് 5 കൂട്ടം കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചവർക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഓർപ്പിക്കുന്നു. ഫിലിപ്പിയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള പൗലൂസിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആധിക്യം, ഒന്നുകൂടെ പറഞ്ഞാൽ ഏറ്റവും ഹൃദ്യവും ആശ്വാസവും ആത്മീകമായ ബന്ധം സ്ഫുരിക്കുന്ന നന്ദി പ്രകടനവും സ്നേഹത്തിൻ്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു കത്താണ്, ഒരു ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിശിഷ്യ അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സുവിശേഷ നിമിത്തം റോമിൽ വീട്ടുതടങ്കലിൽ കഴിയുന്ന വാർത്ത ഫിലിപ്പിയിലെ വിശ്വാസികൾ കേട്ടതിനാൽ അവരുടെ സ്നേഹവും പ്രോത്സാഹന വാക്കുകളും, ഒന്നുകൂടെ പറഞ്ഞാൽ പൗലൂസിനെ അറിയിക്കുവാനും മാത്രമല്ല അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കുവാനും ഫിലിപ്പിയിലെ വിശ്വാസികൾ ഉദ്യമിച്ചു, അതിനുവേണ്ടി ഒരുങ്ങി. അതനുസരിച്ച സഭയിലെ ഒരു മൂപ്പനായ എപ്പഫ്രാദിത്തോസിൻ്റെ കൈവശം ആ നിലകളിലുള്ള ഒരു സഹായവുമായി റോമിലേക്ക് പൗലൂസിൻ്റെ അടുക്കൽ അയച്ചു. ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലൂസിനെ സഹായിച്ചത്, പൗലൂസ് സംസാരിച്ചപ്പോൾ ആ നിലകളിൽ താൻ ഓർപ്പിക്കുന്ന കാര്യം ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എപ്പഫ്രാദിത്തോസിൻ്റെ കരങ്ങളിൽ കൊടുത്തുവിട്ട ആ ഭൗതിക നന്മയും ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ആത്മീയ കൂട്ടായ്മയുമൊക്കെ പൗലൂസ് അനുഭവിച്ചു കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം എപ്പഫ്രാദിത്തോസിൻ്റെ കൈവശം ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് കൊടുത്തയക്കുന്ന ഒരു കത്താണ് ഇത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. വിശ്വാസികളെ, നിങ്ങൾ ആകുലപ്പെടുന്നത് പോലെ ഞാനിവിടെ വിഷമിക്കുന്നവനായിട്ടല്ല. നിങ്ങൾ എനിക്ക് നൽകിയ ആ അനുഗ്രഹിക്കപ്പെട്ട ദാനത്തിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് എങ്ങനെ ജീവിക്കാനും അറിയാം, ഏത് സാഹചര്യത്തിൽ ഇരിക്കാനും അറിയാം. ഞാനിവിടെ നിരാശനായിരിക്കുന്നില്ല. ഈ കാരാഗൃഹത്തിലാണ് ഞാൻ കിടക്കുന്നതെങ്കിലും ഞാൻ ധൈര്യമുള്ളവനായി, സന്തോഷവും പ്രത്യാശയുമുള്ളവനായിരിക്കുന്നു എന്ന് പൗലൂസ് തൻ്റെ ലേഖനത്തിലൂടെ അവരെ ഓർപ്പിക്കുകയാണ്. നിശ്ചയമായും ഈ കാരാഗ്രഹം എനിക്കൊരു പ്രതിസന്ധിയല്ല. ഈ വീട്ടുതടങ്കലിൽ ഞാൻ കഴിയുമ്പോഴും വിശ്വാസത്തിൽ ധൈര്യവും പ്രത്യാശയുമുള്ളവനായി അനേകരോട്
കർത്താവിനെ കുറിച്ച് പറയത്തക്ക നിലയിൽ എനിക്ക് ദൈവം കൃപ നൽകുന്നു എന്നുള്ളത് അവരുടെ മുൻപിൽ അവരെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ലേഖനത്തിൽ ഓർപ്പിച്ച് അയക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ലേഖനത്തിൻ്റെ സവിശേഷത മനസ്സിലായോ? വീട്ടുതടങ്കലിൽ കഴിയുന്ന ഭക്തനായ ശക്തനായ പൗലൂസ് ഫിലിപ്പിയിലെ വിശ്വാസിയോട് പറയുകയാണ്, ഞാനിവിടെ സധൈര്യം സന്തോഷവാനായിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങൾ എന്ത് ചെയ്യുവീൻ? സന്തോഷിപ്പീൻ. പിന്നെയും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, എനിക്കതിൽ മടിപ്പില്ല. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന അനവധി പ്രാവശ്യങ്ങൾ ഈ ലേഖനത്തിൽ പൗലോസ് ഊന്നി പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനം പൗലോസിൻ്റെ റോമൻ തടവറയിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. നമുക്കറിയാം ഈ ലേഖനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഏതാണ്ട് 5 കൂട്ടം കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു. 6ാമതായി 1-2 ചിന്തകൾ ഈ എപ്പിസോഡിൽ ഓർപ്പിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ലേഖനത്തിൽ ഹൃദയത്തിൻ്റെ പരമമായ ചിന്തയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ക്രിസ്തീയ മനഃശാസ്ത്ര ലേഖനമാകുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ക്രിസ്തീയ മനഃശാസ്ത്ര ലേഖനം. ഈ ചെറിയ ലേഖനത്തെ ആ നിലകളിൽ നമുക്ക് വിചിന്തനം ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിൽ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മലയാളത്തിൽ ഭാവം എന്ന് പറയുമ്പോൾ ഇത് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ആ മനോഭാവം, ആ ചിന്ത, ആ വിചാരം എന്നാണല്ലോ അത് നമുക്ക് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനോഭാവം, മനസ്സ് ഓരോ വിശ്വാസികളും എപ്പോഴും പ്രതിഫലിപ്പിക്കുകയും മാത്രമല്ല അത് പ്രാവർത്തികമാക്കുകയും വേണം. ആ നിലകളിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കാൻ പൗലൂസ് ഓർപ്പിക്കുകയാണ്. ഈ ലേഖനത്തിൽ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം 4 വിധ അവസ്ഥകളെ കുറിച്ച് ഈ ലേഖനം പഠിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിന്ത ഏക മനസ്സുള്ളവരായിരിക്കണമെന്ന. 1-ാം അധ്യായം നിങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഏക മനസ്സുള്ളവരായി എന്ന് പൗലൂസ് രേഖപ്പെടുത്തുന്നു. ഫിലിപ്പിയിലെ വിശ്വാസികളെ, നിങ്ങളെല്ലാവരും എങ്ങനെയുള്ളവരായിരിക്കണം? ഏക മനസ്സുള്ളവരായിരിക്കണം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിധേയത്വമുള്ള മനസ്സുണ്ടാകണം. ക്രിസ്തുവേശുവിൻ്റെ ഭാവം, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി ക്രൂശില മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ആ വിധേയത്വമുള്ള മനസ്സ്, താഴ്മയുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ അധ്യായം മുഴുവൻ നാം വ്യക്തമായി പഠിച്ചാൽ ആത്മീക മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഭൗതികമായ ചില നേട്ടങ്ങളും ഉയർച്ചകളെ കുറിച്ചൊക്കെ പൗലൂസ് പറഞ്ഞിട്ട് പറയുകയാണ്, ക്രിസ്തുവിൽ എനിക്കിരിക്കണം, അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ എനിക്ക് പങ്കാളിയായി തീരണം, വല്ലവിധേന മരിച്ചവരുടെ ഇന്ന് പുനരുത്ഥാനം പ്രാപിക്കണം. ഇതെല്ലാം ചേർത്ത് താഴോട്ട് നമ്മൾ പഠിച്ചാൽ ആത്മീക മനസ്സിൻ്റെ ഉടമകളായിരിക്കണം, ആത്മീക ചിന്തയുള്ളവരായിരിക്കണം വിശ്വാസികളെന്ന് പൗലൂസ്
ഈ അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് വ്യാകുലതയില്ലാത്ത മനസ്സുള്ളവരായിരിക്കണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രത്താലും സ്തുതിയാലും നിങ്ങളുടെ ആ ഭാരങ്ങളും പ്രയാസങ്ങളും അപേക്ഷകളും തിരുമുമ്പാകെ അറിയിക്കുകയത്രേ വേണ്ടത്. വ്യാകുലതയില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കണമെന്ന് അവിടെ പൗലൂസ് രേഖപ്പെടുത്തുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം മനഃശാസ്ത്രപരമായി നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കണം ക്രിസ്തുയേശുവിലെന്ന് ഈ ലേഖനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെടുകയാണ്. 4 അധ്യായങ്ങളിലും അതിനെക്കുറിച്ച് ആധികാരികമായി നമുക്ക് പഠിക്കാനായിട്ട് കഴിയും, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സവിസ്താരമായി വിസ്തരിക്കുവാൻ ഞാൻ അവസരമെടുക്കുന്നില്ല. ഈ തിരുവചന പഠിതാക്കൾക്ക് നിശ്ചയമായും ഈ ചിന്തകൾ കോറിയിടുമ്പോൾ അതിൽ നിന്ന് അതിനെ കീറിമുറിച്ച് ഭാഗമായി തിരിച്ച് പഠിച്ച് പ്രസംഗങ്ങൾ ആ നിലകളിൽ അതിനെക്കുറിച്ച് ഗാഢമായ ജ്ഞാനം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ മനഃശാസ്ത്രത്തിൻ്റെ ഒരു നല്ല അനുഭവം ഈ ലേഖനത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ സവിശേഷതയാണ്. അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉന്നതമായ മാനദണ്ഡം ഈ ലേഖനത്തിൽ കാണാം. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുവൻ എങ്ങനെ ജീവിക്കണം, ഉന്നതമായ മാനദണ്ഡത്തിൽ ആയിരിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് ഈ ലേഖനത്തിൽ അതിൻ്റെ സവിശേഷമായ ചിന്തകളാൽ ഇത് അലങ്കരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായി നാം പഠിക്കുന്നത് ഒരു ദാസനെ പോലെ താഴ്മയായി ജീവിക്കുക. ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സവിശേഷമായൊരു ചിന്തയാണ് ഒരു ദാസനെ പോലെ താഴ്മയായി ജീവിക്കുക. എല്ലാവർക്കും യജമാനന്മാരായിരിക്കാൻ ആഗ്രഹം. എൻ്റെ പാദം വന്ന് കഴുകണം. പണ്ടൊരു പദ്യത്തിൽ പറയുന്നത് പോലെ തൻ്റെ താരസുതരും സുഖിക്കണം, ഞാൻ അനുദിനം ഉന്നതനാകണം. ഇതൊക്കെയാണ് എല്ലാവർക്കും ആഗ്രഹം. എല്ലാവരും എൻ്റെ പാദം വന്ന് വണങ്ങണം. എന്നാൽ ഈ പുസ്തകത്തിലും ഈ ലേഖനത്തിലും മറിച്ചാണ് നമ്മൾ കാണുന്നത്. എന്താണ് കാണുന്നത്? ഒരു ദാസനെ പോലെ താഴ്മ ധരിക്കുവാൻ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനത്തിലെ വാക്കുകൾ എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് അങ്ങനെ മാതൃക കാണിച്ചവനാണ്. ശിഷ്യന്മാരുമായി പെസഹയ്ക്ക് അത്താഴത്തിനിരിക്കുമ്പോൾ അരയിൽ തോർത്തു ചുറ്റി അവരുടെ പാദങ്ങളെല്ലാം കഴുകി. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചെന്നപ്പോൾ പത്രോസ് പറഞ്ഞു, വേണ്ട, എൻ്റെ പാദം കഴുകണ്ട. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാനുമായിട്ട് നിനക്ക് ഓഹരി വേണോ? പാദം നീട്ടിക്കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തിനേറെ പറയണം, അങ്ങനെയുള്ളൊരു ഗുരുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ആ നല്ല മാതൃകകൾ പിന്തുടരുവാൻ കഴിയുന്നെങ്കിൽ അതൊരു ഭാഗ്യമാണ്. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന സവിശേഷമായിരിക്കുന്ന ഉന്നതമായ ഉദാത്തമായ ചിന്തകളിൽ ഒന്ന്, ഒരു ദാസനെ പോലെ എന്ത് ചെയ്യുക? താഴ്മയായി ജീവിക്കുക. 2:1-8 വരെ. രണ്ടാമതായി നമ്മെ പഠിപ്പിക്കുന്ന പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുക. കണ്ടോ? പൗലോസ് പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. 3:13-14 അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഭാഗം വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിൻപിലുള്ളതിനെ മറന്ന് ഒത്തിരി നേട്ടങ്ങളും ഉന്നതമായ അനുഭവങ്ങളുമൊക്കെ പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യുക? അതിവേഗം ഓടുക. എങ്ങനെ ഓടുക? പരമവിളിയുടെ ബിരുദിന് വേണ്ടി. ഓട്ടക്കടത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, പക്ഷെ ബിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. എല്ലാവരും ഓടുന്നുണ്ട്. ബിരുദ് പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്.
എന്നാൽ ലക്ഷ്യം തെറ്റി അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലക്ഷ്യം തെറ്റുവാൻ പാടില്ല. ഓട്ടക്കളത്തിൽ വിശ്വസ്തയോടെ ഓടുവാൻ തക്കവണ്ണം ഈ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മോട് ഉദാത്തമായ ഉന്നതമായ ഒരു ചിന്ത നമുക്ക് നൽകി തരികയാണ്. മാത്രമല്ല, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക, അത് നൽകിത്തരുന്ന ചിന്തയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ. ഈ ലോകത്തിൻ്റെ സന്തോഷം അതാണ് പലർക്കും സന്തോഷമായിരിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് ഒരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സങ്കീർത്തന ഭാഗത്ത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചാൽ എന്താ ഉണ്ടാകും? സന്തോഷം ഉണ്ടാകും. തിന്നാനും കുടിക്കാനും കിട്ടിയ സന്തോഷം ഉണ്ടാകും. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. അരച്ചാൻ വയറിന് വേണ്ടിയാണ് പാസ്റ്ററെ ജീവിക്കുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി മാത്രം മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരുടെ സന്തോഷം തിന്നാനും കുടിക്കാനും മാത്രം കിട്ടുമ്പോഴുള്ള സന്തോഷമാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, അതിലും സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അതാ യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സമാധാനം, ദൈവികമായ സന്തോഷം. കേവലം ഈ പുറമേ കാണുന്ന നൈമാനുഷികമായ ചില ചിന്താഗതികളോ ചില രസങ്ങളോ സുഖങ്ങളോ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളോ ഒക്കെ താൽക്കാലിക സന്തോഷങ്ങളാണ്. അതൊന്നും നിലനിൽക്കുന്ന സന്തോഷമല്ല. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചയാളാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ. സഭാപ്രസംഗിയുടെ പുസ്തകം പഠിച്ചു നോക്കൂ. ആകാശത്തിൻ്റെ കീഴിൽ ഈ ഭൂമിക്ക് മീതെ സന്തോഷിക്കുവാൻ എന്തുണ്ടെന്ന് ചിരകാലം അന്വേഷിച്ച് നടന്ന് സന്തോഷം പ്രാപിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തയാളാണ്. 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞിങ്ങനെയാണ്, ഹാ മായ, മായ, സകലവും മായയത്രേ. ഈ ലോകത്തിലെ സകല സന്തോഷങ്ങളും മായയാണ്, വെറും മായയാണ്, മരീചികയാണ്. എന്നാൽ ആമേൻ വ്യക്തമായി പൗലോസ് ഓർപ്പിക്കുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. സ്തോത്രം. ആ നിലകളിൽ ഫിലിപ്പിയ ലേഖനത്തിലെ ഉദാത്തമായ സവിശേഷമായ ഒരു ചിന്ത ആമേൻ എന്താണെന്നറിയാമോ? ഉന്നതമായ മാനദണ്ഡം ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ പാലിക്കേണ്ടതിൻ്റെ ആമേൻ ആവശ്യകതയെക്കുറിച്ച് ഊന്നി സംസാരിക്കുമ്പോൾ പൗലോസ് പറയുന്ന ആമേൻ പദം ഇതാണ്. എന്താണ്? ക്രിസ്തുവേശുവിൽ സന്തോഷിപ്പീൻ എന്നുള്ള കാര്യമാണ് താൻ രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല, അനവധി ചിന്തകൾ ഉണ്ടെങ്കിലും സ്തോത്രം അവിടെയൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ആകുല ചിന്ത ഇല്ലാത്തവരായിരിക്കുക, 4:6. ഏതവസ്ഥയിലും സംതൃപ്തരായിരിക്കുക, 4:11. ഏത് സാഹചര്യങ്ങളിലും സംതൃപ്തരായിരിക്കുക. ഒരിക്കലും ഒരു രാജാവിൻ്റെ ചരിത്രം ഞാൻ നടന്നൊരു സംഭവ ചരിത്രമാണെന്നാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജാവിനൊരു സന്തോഷമില്ല, സംതൃപ്തിയില്ല. രാജ്യം ഭരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, രാജാവിന് സന്തോഷം വരുന്നില്ല, ഒരു സംതൃപ്തി വരുന്നില്ല. കൊട്ടാരത്തിലെ പരിചാരകന്മാരെയും രാജാവിൻ്റെ സദസ്സിലുള്ള ഉന്നതന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷം വരുന്നില്ല, അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഈ രാജ്യത്ത് നിങ്ങൾ അന്വേഷിക്കണം, സന്തോഷിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ, സന്തോഷിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അവരിങ്ങനെ രാജ്യം മുഴുവൻ അന്വേഷിച്ചു, സന്തോഷിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഒത്തിരി പേരെ കണ്ടു, പുറമേ സന്തോഷിക്കുന്നവരാ, പക്ഷേ അവരുടെ അകം കൊണ്ടവർ കരയുന്നവരാ. അപ്പോൾ ഈ രാജ്യത്തെ ഒരു പ്രധാന രാജാവിൻ്റെ, പ്രത്യേകിച്ച് രാജസദസ്സിൽ ഇരുന്ന് രാജാവിന് ആലോചന കൊടുക്കുന്ന ഒരു ഉപദേഷ്ടാവ് രാജാവിനോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട് രാജാവേ, ഈ രാജ്യത്ത് സന്തോഷിക്കുന്ന ആരുടെയെങ്കിലും ഒരു ഉടുപ്പ് മേടിച്ചിട്ടാൽ ആ വസ്ത്രം രാജാവ് ഒന്ന് ധരിച്ചു നോക്കിയാൽ രാജാവിൻ്റെ സങ്കടം മാറും, അസംതൃപ്തി മാറും, രാജാവിന് സന്തോഷമുണ്ടാകും. രാജാവ് പ്രജകളെ, വേണ്ടപ്പെട്ടവരെ എല്ലാം അയച്ചു. അവിടങ്ങളിൽ സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ ഉടുപ്പ് മേടിക്കാനായിട്ട് അയച്ചു. പലരെയും കണ്ടു, സന്തോഷിക്കുന്നവരാണെങ്കിലും ദുഃഖിക്കുന്നവരാണ്. എന്നാൽ ഒരിടത്ത് ചെന്നപ്പോൾ ഒരുവൻ അങ്ങ് സന്തോഷിക്കുക, ഭയങ്കര സന്തോഷം. എല്ലാവർക്കും സന്തോഷമായി, അവൻ്റെ അടുത്ത് ചെന്നവർക്ക് സന്തോഷമായി. ഇത്രയും സന്തോഷമുള്ള ഒരാളെ ഇതുവരെ കണ്ടില്ല.
അപ്പോൾ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, രാജാവിന് സന്തോഷം പ്രാപിക്കാൻ നിന്റെ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ ഒരു കുപ്പായം എനിക്കില്ല, എനിക്ക് ഉടുപ്പില്ലാത്തവനാ. നോക്കണേ, രാജാവിന് സന്തോഷം കൊടുക്കാൻ ഉടുപ്പ് തപ്പി വന്നതാ, പക്ഷേ സന്തോഷിക്കുന്നവൻ ഉടുപ്പില്ല. ഉടുപ്പില്ലെങ്കിലും അവൻ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സന്തോഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ രാജാവിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഞങ്ങൾ കണ്ടു ഒരാളെ, പക്ഷേ അവന് സന്തോഷമുണ്ട്, അവന് ഉടുപ്പില്ല. അപ്പം മനസ്സിലാക്കേണ്ട ഒരു ചിന്ത, സന്തോഷിക്കുന്നത് വല്ലതൊക്കെ ഉണ്ടായിട്ടല്ല, ഹൃദയതലത്തിൽ അതിൻ്റേതായിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരു ദൈവികമായ അനുഭവമാണ്. അത് പുറമേ എന്തെങ്കിലും ധരിച്ചിട്ടല്ല, പുറമേയുള്ള ഉന്നതമായ അനുഭവം ഉണ്ടായിട്ടല്ല. സ്തോത്രം, ഒന്നുമില്ലാത്ത അനുഭവത്തിലും ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ആ ദിവ്യ സന്തോഷത്തെക്കുറിച്ചാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉദാത്തമായ ഉന്നതമായ ജീവിത മാനദണ്ഡങ്ങൾ പലതും ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ശ്രേഷ്ഠമേറിയൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലേഖനത്തിൻ്റെ സമാപ്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചെടുത്ത് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ക്രിസ്തുവേശുവിലുള്ള ജീവിതം പൂർണ്ണ വിജയത്തിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനത്തിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് വരുന്നത്. ശ്രേഷ്ഠമായൊരു വിജയത്തിൻ്റെ മാർഗമാണ് ക്രിസ്തുവേശുവിലെ മാർഗമെന്ന് പൗലോസ് തെളിയിക്കുമ്പോൾ അതിനുപോൽകലകമായി തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരു വാക്യം പൗലോസ് എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇതിൻ്റെ 4-ാം അധ്യായത്തിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ചിലർ ശകലത്തിലും എന്ന് പറയും, ശായല്ല, സകലത്തിലും. എന്നെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം മുഴുവൻ കാര്യങ്ങളിലും, സകല കാര്യങ്ങളിലും എന്നെ ആ നിലയിൽ പ്രാപ്തനാക്കുന്ന, കഴിവുള്ളവനാക്കുന്ന, കഴിവുറ്റവനാക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതം പരാജയമല്ല, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്. സ്തോത്രം. അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ കഷ്ടതയിലുള്ള വിജയം നമുക്ക് കാണുവാൻ കഴിയും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സേവനത്തിൻ്റെ വിജയം കാണുവാൻ കഴിയും. 3-ാം അധ്യായത്തിൽ ക്രിസ്തുയേശുവിന്റെ വിജയം കാണുവാൻ കഴിയും. 4-ാം അധ്യായത്തിൽ വ്യാകുലത്തിലുള്ള വിജയം കാണുവാൻ കഴിയും. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനദണ്ഡം, ഉന്നതമായ അനുഭവങ്ങൾ ഈ ലേഖനത്തിൽ ദൈവമക്കളോട് സവിശേഷ ചിന്തകളായി ഓർപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് ഒന്നുകൂടെ ഞാൻ ഊന്നി ഓർപ്പിക്കുകയാണ്. നിശ്ചയമായും പൗലോസിന് പറയാനുള്ളത്, എൻ്റെ കാരാഗ്രഹം ഒരിക്കലും പരാജയമല്ല, അതെന്നെ ധൈര്യപ്പെടുത്തുന്നതാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഫിലിപ്പിയരെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഈ ദാനം, അതിന് ഞാൻ നന്ദി പറയുന്നതോടൊപ്പം ആമേൻ ഒരു കാര്യം കൂടെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എന്നെ ആ നിലകളിൽ പ്രാപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ അകത്തലങ്ങളിൽ കയറിയാൽ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ഭാരങ്ങളും പ്രതിസന്ധികളും അനുദിനം അനുഭവിക്കേണ്ടി വന്നാലും അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവികമായ സാന്നിധ്യവും വിടുതലും ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സന്തോഷത്തോടെ പറയുവാൻ കഴിയും, ഇതിൻ്റെ നടുവിൽ എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇതിൻ്റെ നടുവിൽ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്, ഇതിൻ്റെ നടുവിൽ എന്നെ ബലപ്പെടുത്തുന്ന ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എനിക്ക്
തകർച്ചയ്ക്കല്ല വഴിയൊരുക്കുന്നത്. അതിൻ്റെ നടുവിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കുള്ള പുത്തൻ ചാലുകൾ ദൈവം തുറന്നു തരികയാണ്. ഇതനുഭവിച്ച പൗലോസ് ഫിലിപ്പ്യരോട് ധൈര്യത്തോടെ പറയുന്നു, എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ തടവറ, എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ബന്ധനങ്ങൾ, അത് പരാജയമല്ല, അത് വിജയമാണ്. ദൈവത്തിന് സ്തോത്രം. ലോകം എപ്പോഴും പ്രതിസന്ധിയുടെ മുൻപിൽ പകച്ചു നിൽക്കുകയാണ്. എത്ര ഉന്നതന്മാരായിരുന്നാലും ഒരു പ്രതിസന്ധി വരുമ്പോൾ തകർന്നു പോകുകയാണ്. ജീവിതത്തിൽ സ്വപ്നങ്ങളും കാഴ്ചകളും അതിൻ്റെതായ താല്പര്യങ്ങളുമൊക്കെ നിറവേറ്റുമ്പോഴാണ്, ആ നിലകളുള്ള ഉയർച്ച കാണുമ്പോഴാണ് ലോകം സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, തിരിച്ചാണ് ദൈവവചനം നമുക്ക് നൽകുന്ന സന്ദേശം. ലോകം കാണാത്ത, ലോകം അനുഭവിക്കാത്ത, ലോകം പുഞ്ചിരിക്കാത്ത ഒരു ദൈവ പൈതൽ പ്രതിസന്ധിയുടെ നടുവിൽ അനുഭവിച്ചറിയുകയാണ്. ലോക ചരിത്രത്തിൽ ജോൺ ബനിയൻ എന്ന് പറയുന്ന കർത്തൃദാസൻ എഴുതിയ ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര എന്നുള്ളത്. ആ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകം എഴുതപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? ജയിലിനകത്ത് വെച്ച, സ്തോത്രം, തടവറയിലിരിക്കുമ്പോഴാ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, കഷ്ടതയുടെ നടുവിലാണ് വിശ്വാസികൾക്ക് ധൈര്യം പകരുന്ന ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത ചിന്തകൾ, അതിനോട് ചേർന്നുള്ള പഠനങ്ങൾ, അതിനോട് ചേർന്നുള്ള പുസ്തകങ്ങൾ, ദൈവിക ആശയങ്ങൾ, ദൈവികമായ അരുളപ്പാടുകൾ എല്ലാം പുറത്തു വന്നിട്ടുള്ളത്. സ്തോത്രം. ലോകം പറഞ്ഞു ഈ തടവറ അവൻ്റെ ജീവിതത്തിൻ്റെ ഒടുവാണ്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഇതെൻ്റെ അവസാനമല്ല, ഞാൻ നിങ്ങളെ വന്ന് കാണും. എപ്പഫ്രാദിത്തോസിനെ തിരിച്ച് പൗലോസ് ഫിലിപ്പിയിലേക്ക് അയക്കുമ്പോൾ തന്നെ പൗലോസ് പറയുന്നുണ്ട്, തീമത്തിയോസിനെ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അല്ല, ഞാൻ തന്നെ നിങ്ങളെ വന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസിൻ്റെ ആ ധൈര്യം കണ്ടോ, ആ പ്രത്യാശ കണ്ടോ? എത്ര റോമിലെ തടവറയുടെയും ബന്ധനങ്ങളെ പൊട്ടിച്ച് തന്നെ അയക്കുന്ന, തന്നെ ബലപ്പെടുത്തുന്ന, തനിക്ക് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ദിവ്യ ദർശനമാണ് പൗലോസിനെ ധൈര്യപ്പെടുത്തുവാനിടയായിത്തീർന്നത്. ഈ ക്ലാസിൻ്റെ സമയം പരിമിതിപ്പെടുന്നത് കൊണ്ട് ദീർഘമായ വാക്കുകളിലേക്ക് തുറന്നു കടക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന, ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിനകത്തൊരു സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പൊതിഞ്ഞു നൽകുകയാണ്. എന്താണെന്നറിയാമോ? കാരാഗ്രഹവും പ്രതിസന്ധികളും ഒന്നും പരാജയമല്ല. ഫിലിപ്പിയിലെ വിശ്വാസികൾ ഈ ലേഖനം വായിച്ച് സന്തോഷിച്ചു. ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ഞങ്ങളുടെ നടുവിൽ വന്ന് ശുശ്രൂഷിച്ച് കഴിഞ്ഞ നാളിൽ ഫിലിപ്പിയൻ സഭ സ്ഥാപിച്ച ഇവിടെ കഷ്ടപ്പെട്ട, ഇവിടെ കാരാഗ്രഹത്തിൽ കിടന്ന് കാരാഗ്രഹത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് പുറത്തു വന്ന, ഈ ദേശത്ത് അത്ഭുതങ്ങൾ ചെയ്ത പൗലോസ് കാരാഗ്രഹത്തിൽ വേദനിക്കുന്നവനായിട്ട് കിടക്കുന്നു എന്നാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ കൊടുത്തു വിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് എന്തായി തീരാനാ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരാജയമാണോ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു പോയി ഈ പ്രതിസന്ധിയുടെ നടുവിൽ. എന്നാൽ അവരെല്ലാവരും ഈ കത്ത് വായിച്ചിട്ട് പറയുകയാണ്, ശക്തനായ കർത്തൃദാസൻ, കർത്താവിന് വേണ്ടി ധീരതയോടെ കാരാഗ്രഹത്തിൻ്റെ ഇരുമ്പഴിക്കുള്ളിലും ധൈര്യത്തോടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന പൗലോസിൻ്റെ ആ ശ്രേഷ്ഠകരമായ ഉദാത്തമായ ജീവിതത്തെ ഓർത്ത് അവർ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനിടയായിത്തീർന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പരാജയത്തിൻ്റെ നടുവിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കരം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചലിക്കും. അവനെ ദൈവം ശക്തീകരിക്കും, അവനെ ദൈവം സന്തോഷിപ്പിക്കും, അവനിലൂടെ ദൈവപ്രവൃത്തി അവൻ വെളിപ്പെടുത്തും എന്നുള്ളത് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആയതുകൊണ്ട് തന്നെ ദൈവവചനത്തിൻ്റെ ഉന്നതമായ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ലേഖനത്തിലെ ആത്മീയ സവിശേഷമായ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ശക്തിയോടെ മുന്നേറുവാൻ തക്കവണ്ണം ഏവർക്കും ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ. ആ നിലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനമെന്ന് ഇതിൻ്റെ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ ഈ ക്ലാസ്സിലും ഞാൻ ഓർപ്പിച്ച് അടുത്ത ക്ലാസ്സിൽ
ആമേൻ. ഇതിൻ്റെ തുടർന്നുള്ള പഠനത്തിനായി ഈ ക്ലാസ് വരെ നാം പശ്ചാത്തലമായി ചിന്തിച്ചു. തുടർന്നുള്ള പഠനത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത് വിടുതലിന് കാരണമായി തീരണമേ. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ സന്തോഷത്തെക്കുറിച്ച് ഓർപ്പിക്കുവാൻ, ക്രിസ്തീയ ശ്രേഷ്ഠമേറിയ മനഃശാസ്ത്രപരമായിരിക്കുന്ന ദൈവിക ഭാവങ്ങളെക്കുറിച്ചും മനോഭാവങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുവാൻ, മാത്രമല്ല ഉന്നതമായ ക്രിസ്തീയ ജീവിതത്തിലെ മാനദണ്ഡങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവാൻ പൗലോസിന് ദൈവം കൊടുത്ത ആ ശക്തമായ കാഴ്ചപ്പാട് ആമേൻ ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും അത് അനുഭവിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് ഓർപ്പിച്ച ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളട്ടെ. ഞങ്ങളെ ശക്തീകരിക്കുന്ന കരം ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഏവർക്കും അനുഭവവേദ്യമാകുവാൻ, ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ ചെയ്യണമേ. എല്ലാവരെയും ആശീർവദിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.